നമസ്കാരം. സാബുവും ജേക്കബിന്റെ NDA പ്രവേശനം രാഷ്ട്രീയത്തെ വെറും കച്ചവടമായി കാണുന്ന അധികാര ഭിക്ഷാന്തേഹിയായ ബിസിനസ്സുകാരന്റെ വാഷിംഗ് മെഷീൻ രാഷ്ട്രീയമാണ്. വിലകയറ്റം, തൊഴിലില്ലായ്മ, മതപരമായ ധ്രുവീകരണം, സംഘപരിവാർ, ക്രൈസ്തവ വേട്ട, പൗരത്വ ഭേദഗതി നിയമം, മണിപ്പൂർ വിഷയം, നീറ്റ് ക്രമക്കേടുകൾ, വോട്ടർ പട്ടികയിലെ ക്രമക്കേട്, തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരുമാറ്റം, എന്തിന് സേവ് കോൺസ്റ്റിറ്റ്യൂഷൻ ഹാഷ്ടാഗുകൾ വരെ നമ്മൾ ചർച്ച ചെയ്തപ്പോഴും സാബു മുന്നയുടെ കുപ്പായം അണിഞ്ഞിരുന്നു. എബ്രഹാം ലിങ്കൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: നിങ്ങൾക്ക് എല്ലാ കാലത്തും കുറച്ചുപേരെ കബളിപ്പിക്കാം, കുറച്ചു കാലത്തേക്ക് എല്ലാവരെയും കബളിപ്പിക്കാം, എന്നാൽ എല്ലാ കാലത്തും എല്ലാവരെയും കബളിപ്പിക്കാൻ കഴിയില്ല. സത്യമേവ ജയതേ. വാർത്തയിലേക്ക്. അഡോൾഫ് ഹിറ്റ്ലർ തന്റെ ആത്മകഥയായിട്ടുള്ള മെയിൻ കാംഫിൽ ബിഗ് ലൈ തിയറി എന്നതിനെ പറ്റി പറഞ്ഞത് എന്താണെന്ന് പറയാമോ? ഒരു നുണയെ വളരെ വലുതാക്കുകയും അത് ആവർത്തിച്ചു പറയുകയും ചെയ്താൽ ജനങ്ങൾ അത് വിശ്വസിച്ചു തുടങ്ങും. എന്നാൽ ഈ നുണകൾക്ക് പിന്നിലെ സത്യം പുറത്തു വരുമ്പോൾ ആ ഭരണകൂടം തകർന്നു വീഴുന്നതാണ് ചരിത്രം. ഇതാണ് ബിഗ് ലൈ തിയറി. സാബുവിന്റെ കാര്യത്തിൽ ഈ തിയറി 100% കറക്റ്റ് ആണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ 2020 NDAയിൽ ചേർന്നെന്ന വിവരം ഔദ്യോഗികമായിട്ട് പുറത്തു വരികയാണ്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും ഒക്കെ കൂടി സാബുവും ജേക്കബിനെ സ്വീകരിക്കുമ്പോൾ അയാളുടെ മുഖത്ത് ഒരു അത്ഭുതമോ വിസ്മയമോ ഒന്നുമില്ല. അയാൾ സ്വന്തം എപ്പോഴും കയറി ചെല്ലുന്ന ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് പോലുള്ള ഒരു സന്തോഷം മാത്രമാണ് അയാളുടെ മുഖത്ത് കാണാൻ സാധിക്കുന്നത്. സാബുവിന്റെ NDA പ്രവേശനം വലിയ അത്ഭുതമായി അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് തോന്നിയുമില്ല. കാരണം ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, 2020 അവസാനം ചെന്നെത്തുക BJPയിലായിരിക്കുമെന്ന്. അങ്ങനെ പറയാനും ചില കാരണങ്ങളുണ്ട്. കേരളത്തിലെ ന്യൂനപക്ഷ വോട്ടുകൾ BJPയെ സംബന്ധിച്ച് സമാഹരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ക്രൈസ്തവ വോട്ടുകൾ കേരളത്തിൽ NDA പാളയത്തിൽ എത്തിക്കാൻ വേണ്ടി അവർ കണ്ടെത്തിയ ഒരു പ്രൊഡക്റ്റ് ആണ് 2020. അതിനുവേണ്ടി നിയോഗിച്ചതാകട്ടെ സാബു M. ജേക്കബിനെയും. അരാഷ്ട്രീയവാദം പറഞ്ഞും BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ പെരുന്നുണകൾ പറഞ്ഞും സാബു NDAയിലേക്ക് കൊണ്ടുപോകാൻ ആളെ കൂട്ടുമ്പോഴും അയാളിലെ മുന്നയെ ചിലർ തിരിച്ചറിഞ്ഞു. അവരാണ് സാബുവിന്റെ പോക്ക് BJPയിലേക്കാണെന്ന് രാജിവെച്ചിറങ്ങി മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഒക്കെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞത്. അയാളോട് പലവട്ടം പല ആളുകളും തങ്ങളുടെ പോക്ക് BJPയിലേക്കാണോ എന്ന് ചോദിക്കുമ്പോഴും അല്ല അല്ല എന്ന് പറഞ്ഞത് പോലും പെരും നുണയായിരുന്നു. അത് അയാളുടെ അകത്തെ മുന്നേയാണ് കാണിച്ചു തരുന്നത്. അയാളുടെ ഓരോ പ്രസംഗവും ഓരോ ആരോപണവും RSSന്റെ വിചാരധാരയെ ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു. സംഘപരിവാറിനെതിരെ, വർഗീയ രാഷ്ട്രീയത്തിനെതിരെ അചഞ്ചലമായ നിലപാട് സ്വീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും സ്വന്തം മണ്ഡലത്തിലെ ഇടതുപക്ഷ MLAയോടും ശത്രുത സൂക്ഷിച്ചിരുന്ന സാബുവിന്റെ ശരീരഭാഷയിലും സംസാരത്തിലും ഒരു പക്ക സംഘപരിവാറുകാരന്റെ എല്ലാ ലക്ഷണങ്ങളും ഉടനീളം പ്രകടമായിരുന്നു. ഇന്ത്യ മുന്നണിയെ ഇന്ത്യ മുന്നണി എന്ന് വിളിച്ച് കളിയാക്കിയപ്പോഴും, രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചപ്പോഴും, പിണറായി വിജയനെതിരെ നിരന്തരം നുണകൾ പ്രചരിപ്പിച്ചപ്പോഴും, ശ്രീനിജൻ MLAക്കെതിരെ നിരന്തരം ജാതി അധിക്ഷേപം നടത്തിയപ്പോഴും ഒക്കെ അയാൾ ആരെയാണ് സുഖിപ്പിച്ചുകൊണ്ടിരുന്നത്? സംഘപരിവാരങ്ങളെ തന്നെയാണ് അയാൾ സുഖിപ്പിച്ചുകൊണ്ടിരുന്നത്. സാബുവിന്റെ പ്ലാനുകൾ മുഴുവൻ പാടിയത് ശ്രീനിജൻ MLA സ്വീകരിച്ച നിലപാടിന് മുമ്പിലാണ്. സാബു ഒരു പക്ക BJP ഏജന്റ് ആണെന്ന് തിരിച്ചറിഞ്ഞ കുന്നത്തുനാട് MLA അഡ്വക്കേറ്റ് PV ശ്രീനിജൻ അയാളുടെ ഉള്ളിലെ സംഖ്യയെ പലപ്പോഴായി വലിച്ചു പുറത്തിട്ടിട്ടുണ്ട്. മാങ്ങിക്കുള്ളിലെ കാവി രാഷ്ട്രീയത്തെ ശ്രീനിജൻ ഓരോ തവണയും വലിച്ചു പുറത്തിടുമ്പോഴും അയാളെ ആക്രമിക്കാൻ സംഘികളും കൃസംഘികളും സാബു സ്തുതിയുമായി എത്തിയതും ഒക്കെ നമ്മൾ കണ്ടു. താൻ പിടിക്കപ്പെടുമോ എന്ന ഭയമായിരുന്നു സാബുവും ജേക്കബിന്. ഇന്ന് സാബുവും ജേക്കബ് NDAയുടെ ഭാഗമാകുമ്പോൾ ശ്രീനിജൻ MLAക്ക് സമൂഹ മാധ്യമങ്ങളിൽ വലിയ കയ്യടി കിട്ടുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. കിഴക്കമ്പലത്തെ മുന്നയ്ക്കെതിരെ സ്വീകരിച്ച നിലപാടിന്റെ പേരിൽ, മുതലാളിയുടെ മുന്നിൽ നടുകുണിച്ച് നിൽക്കാത്തതിന്റെ പേരിൽ, ഈ സംഖ്യയോട് പടവെട്ടി മുട്ടുകുത്തിച്ച ഓരോ സംഭവത്തിന്റെയും പേരിൽ, കുന്നത്തുനാടിലെ ജനങ്ങളെ ഷൂ നക്കാൻ വിടാത്തതിന്റെ പേരിൽ, സാബുവിന്റെ ഉദ്ദേശം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് നിയമസഭയിലെത്തി NDAയുടെ ഭാഗമായി സംഘപരിവാർ രാഷ്ട്രീയം സഭയിൽ മുഴക്കുക എന്നത് മാത്രമായിരുന്നു. നേരായ പാതയിൽ NDAക്ക് എന്തായാലും നിയമസഭയിൽ എത്താൻ കഴിയില്ലെന്ന് അത് സാബുവിനും അറിയാം. സാബു ഒരു വ്യവസായി കൂടിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അയാൾ ഒരു പ്രൊഡക്റ്റ് വിൽപ്പന നടത്തുന്നത് പോലെ പ്രൊഡക്റ്റിന്റെ ദോഷഫലങ്ങൾ മുഴുവൻ മൂടിവെച്ച് ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു. ഇനി രക്ഷയില്ലെന്ന് മനസ്സിലായപ്പോഴാണ് ആ പ്രൊഡക്റ്റ് NDA ബ്രാൻഡാണ്, NDAയുടെ ബ്രാൻഡാണ് ഈ പ്രൊഡക്റ്റ് എന്ന് അയാൾ വൈകിയാണെങ്കിലും ഇങ്ങനെ സമ്മതിച്ചത് നമ്മളെ കാണിച്ചു തരുന്നത്. കുന്നത്തുനാട് അഡ്വക്കേറ്റ് PV ശ്രീനിജൻ MLA ആയതാണ് സാബുവിന്റെ NDA പ്രവേശനം ഇത്രയും വൈകാൻ കാരണമെന്നാണ് എന്റെ നിഗമനം. കാരണം ഇയാൾ സംഘിയാണ്, സംഘപരിവാർക്കാരനാണ് എന്ന് പറയുമ്പോൾ അയാൾ പെട്ടെന്ന് അതിൽ പോയി ചേർന്നിട്ടുണ്ടെങ്കിൽ അതും വീണ്ടും ഒരു തോൽവിയായി മാറുകയില്ലേ എന്ന ഒരു സംഭവം, ഒരു കാര്യം സാബുവിനെ എന്നും വേട്ടയാടിയിരുന്നു. കിഴക്കമ്പലത്ത് പഞ്ചായത്ത് പിടിച്ച് കാവിക്കളർ പൂശിയതും 2020യുടെ തലപ്പത്തേക്ക് BJPക്കാരും BDJSകാരും ഒക്കെ എത്തിയതും, കാസ പോലുള്ള സംഘപരിവാർ സംഘടനകൾ ഇയാളെ പിന്തുണച്ച് രംഗത്തെത്തിയതും, ഇപ്പോൾ NDA പ്രവേശനം നടന്നു എന്ന് കേൾക്കുമ്പോൾ അതിനെന്താ കുഴപ്പം എന്ന് പറഞ്ഞ് BJPക്കാർ ഈ വാർത്തയുടെ അടിയിൽ കമന്റ് ബോക്സിൽ പോലും അലമുറയിടുന്നതും ഇപ്പോ കലങ്ങിയോ? ചാണകം ചാരിയാൽ ചാണകമേ മണക്കൂ എന്ന് മനസ്സിലായവർ ഈ ചാണകക്കുഴിയിൽ നിന്ന് തന്ത്രപരമായി രക്ഷപ്പെട്ടു എന്ന് പറയേണ്ടിയിരിക്കുന്നു. നുണകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ലോകത്ത് ജനങ്ങളെ തളച്ചിടാൻ ഒരു നേതാവിന് സാധിച്ചെന്നിരിക്കും. എന്നാൽ ഒരാൾ പുറത്തെ ലോകത്തെ സത്യം, ആ വെളിച്ചം കണ്ടുപിടിച്ച് തിരികെ വന്ന് മറ്റുള്ളവരെ ബോധവൽക്കരിക്കുമ്പോൾ ആ നുണയുടെ ലോകം തകർന്നു വീഴും. ഇതാണ് സാബുവിന് സംഭവിച്ച അപകടം. NDA സർക്കാരിനെതിരെ, BJPക്കെതിരെ, സംഘപരിവാരങ്ങൾക്കെതിരെ എത്രയെത്ര പ്രതിഷേധങ്ങൾ ഇവിടെ ഉയർന്നു നമ്മൾ കേട്ടു. ഏതെങ്കിലും ഒരു സംഭവത്തിൽ സാബുവും ജേക്കബിന്റെ ശബ്ദം നമ്മൾ കേട്ടോ? മണിപ്പൂർ കലാപത്തിൽ നമ്മൾ കേട്ടോ? ഇല്ല. കർഷക സമരത്തിന് നേരെയുള്ള അടിച്ചമർത്തൽ നമ്മൾ കേട്ടോ? ഇല്ല.
കേന്ദ്രമന്ത്രിയുടെ മകൻ കർഷകർക്കിടയിലേക്ക് വാഹനം ഇടിച്ചു കയറ്റി കർഷകരെ കൊന്ന ലഖിംപൂർ ഖേരി വിഷയം വലിയ വിഷയമായിരുന്നു. ആ വിഷയത്തിൽ സാബുവിന് എന്തെങ്കിലും പ്രതികരണം ഉണ്ടായിരുന്നു? ഇല്ല. ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങളുടെ വീടുകൾ തകർത്ത ബുൾഡോസർ രാജിനെതിരെ ഒരു ശബ്ദം ഉയർത്തിയോ സാബുവും ജേക്കബ്? പശു സംരക്ഷണത്തിന്റെ പേരും പറഞ്ഞ സംഘപരിവാരങ്ങൾ ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ തെരുവിൽ തല്ലിക്കൊല്ലുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കെതിരെ ഇവിടെ പലരും ശബ്ദം ഉയർത്തി. സാബു എന്തെങ്കിലും ശബ്ദം ഉയർത്തിയോ? ഇല്ല. പൗരത്വ ഭേദഗതി നിയമത്തിൽ ഇയാൾക്ക് എന്തെങ്കിലും നിലപാടുണ്ടായിരുന്നോ? ഇല്ല. UP-യിലെ ഹത്രാസിൽ ദളിത് പെൺകുട്ടിയെ കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കിയ സംഭവം വലിയ ആളിക്കത്തിയ സംഭവമാണ്. സാബുവും ജേക്കബ് എന്തെങ്കിലും സംസാരിച്ചോ? ED, CBI തുടങ്ങിയ ഏജൻസികൾ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ BJP വേട്ടയാടുന്ന സംഭവത്തിൽ, ആ വിഷയത്തിൽ ആ നേരത്തും സാബുവിന്റെ ശബ്ദം നമ്മൾ കേട്ടോ? ഇല്ല. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അട്ടിമറിക്കുന്ന സംഭവം അടക്കം ഏത് വിഷയം എടുത്തു നോക്കിയാലും സാബുവിന്റെ മൗനം അത് സംഘപരിവാറിനൊപ്പമായിരുന്നു, NDA-ക്കൊപ്പമായിരുന്നു, BJP-ക്കൊപ്പമായിരുന്നു എന്ന് നമുക്ക് ഇനി ഉറപ്പിച്ച് പറയാൻ കഴിയും. എന്തിന് അധികം പറയുന്നു? പെട്രോൾ, ഡീസൽ, പാചകവാതക വില വർധനവിനെതിരെ പോലും ഒരു പ്രതിഷേധം നടത്തി 2 വാക്ക് NDA സർക്കാരിനെതിരെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ചില നിശബ്ദതകളിലെ രാഷ്ട്രീയം തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയാതെ വരുമ്പോഴാണ് ഇത്തരം ചാണകക്കുഴികളിൽ നമ്മൾ വീണു പോകുന്നത്. ഇനി ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ, സാബു NDA പ്രവേശന സമയത്ത് പറഞ്ഞത് LDF-ഉം UDF-ഉം മാറി മാറി ഭരിച്ച് നാടിനെ മുടിപ്പിച്ചതിൽ മനന്നുണ്ട്, ഇതിലൊരു മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിച്ചാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതെന്നാണ്. അങ്ങനെയാണ് ജനങ്ങൾക്ക് മുമ്പിൽ 2020 എന്ന പാർട്ടി അവതരിപ്പിച്ചത് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം ഭരിച്ചിരുന്ന പഞ്ചായത്തുകളൊക്കെ നിലനിർത്തണ്ടേ? അദ്ദേഹം ഈ മണ്ഡലം പിടിക്കണ്ടേ? ഇതൊന്നും സംഭവിച്ചില്ലല്ലോ. എന്നിട്ട് നുണ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അധികാരത്തിൽ വന്ന 2020 ഇന്നിപ്പോ എവിടെയാണ്? വെന്റിലേറ്ററിലാണ്. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വന്തം തട്ടകമായ കിഴക്കമ്പലം പഞ്ചായത്തിലെ കമ്പനി ഇരിക്കുന്ന വാർഡിലടക്കം അതിദാരുണമായ തോൽവിയാണ് നേരിട്ടത്. ഭരണമുണ്ടായിരുന്ന കുന്നത്തുനാടും മഴവന്നൂരും ഭരണം നഷ്ടമായി. പൂത്തൃക്കയിലും തിരുവാണിയൂരും ഒക്കെ പഞ്ചായത്ത് പിടിച്ചെങ്കിലും എത്ര ദിവസം ഇരിക്കാൻ കഴിയുമെന്ന് പോലും പറയാൻ കഴിയില്ല. റോസിറ്റും കേവല ഭൂരിപക്ഷമൊക്കെ ഇല്ലാതെയൊക്കെയാണ് ഭരണം കിട്ടിയത്. ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ ഇപ്പൊ താഴെ പോകും. ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്കിലും അടക്കം വലിയ തോൽവികളാണ് 2020 ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റുവാങ്ങിയത്. കൊച്ചി കോർപ്പറേഷനിലൊക്കെ മത്സരിക്കാൻ വേണ്ടി കെട്ടിവെച്ച കാശ് പോലും കിട്ടിയില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. LDF-ഉം UDF-ഉം മാറി മാറി ഭരിച്ചില്ലേ എന്ന് ചോദിച്ച് അധികാരത്തിൽ കയറ്റിയ 2020-യെ ചൂലെടുത്ത അതേ ജനം അടിച്ചോടിക്കുന്ന കാഴ്ചയും 2025-ലെ റിസൾട്ടിന്റെ സമയത്ത് നമ്മൾ കണ്ടില്ലേ? 2 തരം രാഷ്ട്രീയക്കാരുണ്ട്. രാഷ്ട്രീയത്തിന് വേണ്ടി ജീവിക്കുന്നവരും രാഷ്ട്രീയത്തെ കൊണ്ട് ജീവിക്കുന്നവരും. ഇതിൽ രണ്ടാമത് പറഞ്ഞതാണ് സാബുവിന്റെ രാഷ്ട്രീയം. അതാണ് സാബുവും ജേക്കബിന്റെ രാഷ്ട്രീയം. ഇല്യൂഷണറി ട്രൂത്ത് ഇഫക്ട് എന്നൊരു സംഭവമുണ്ട്. അതായത് ഒരു നുണ ആവർത്തിച്ച് കേൾക്കുമ്പോൾ അത് സത്യമാണെന്ന് മനുഷ്യന്റെ മസ്തിഷ്കം വിശ്വസിക്കുന്ന പ്രതിഭാസമാണിത്. എന്നാൽ യഥാർത്ഥ അനുഭവങ്ങളുമായും വസ്തുതകളുമായും ഇത് കൂട്ടിമുട്ടുമ്പോൾ ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം ഉണ്ടാവുകയും ആ രാഷ്ട്രീയ അജണ്ട തകരുകയും ചെയ്യും. അതാണ് 2020 സാബുവിന് സംഭവിച്ചത്. സാബുവിന്റെ രാഷ്ട്രീയം സംഘപരിവാർ BJP രാഷ്ട്രീയമാണെന്ന് വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് സൈബർ ആക്രമണങ്ങൾ ഞാനും എന്റെ ചാനലും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് ആക്രമണങ്ങൾ. സത്യം അത് ഇനിയും വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. അതൊരു നിലപാടാണ്. ഒരു നാൾ അതിങ്ങനെ മറനീക്കി പുറത്തു വരും. ഏത് സത്യം? അതിങ്ങനെ മറനീക്കി പുറത്തു വരുമെന്ന് നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് നല്ല ഉച്ചത്തിൽ ഇങ്ങനെ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്.